When 8 Bells Toll by Alistair MacLean. എല്ലാവർക്കും നമസ്കാരം. Chapter 2, Tuesday 3 AM to dawn. പുലർച്ചെ 3 മണിക്ക് ഫയർ ക്രസ്റ്റ് എന്ന ചെറിയ കപ്പലിലേക്ക് സ്വന്തം ഡിങ്കി ബോട്ട് അടുപ്പിച്ച ഫിലിപ്പ് കാൽവർട്ട് ആ കപ്പലിൻ്റെ അപ്പർ ഡെക്കിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. കാൽവർട്ടാണോ? ശബ്ദം കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ ഹൻസ്ലെറ്റ്. അദ്ദേഹം പറഞ്ഞു, അതെ. എങ്ങനെയിരുന്നു യാത്ര? അത് പിന്നെ പറയാം. തൽക്കാലം താന് ആങ്കറിൻ്റെ ചെയിൻ താഴേക്ക് ഇറക്കുക. എനിക്ക് ഡിങ്കി എത്രയും പെട്ടെന്ന് മുകളിലെത്തിക്കണം. ഏത് സമയത്തും നമുക്ക് ഇവിടെ അന്വേഷകർ വരാം. അങ്ങനെയാണ്. അങ്കിൾ ആർതറിന് ഇഷ്ടപ്പെടാൻ വഴിയില്ല ഇവിടെ മറ്റ് സന്ദർശകർ വരുന്നത്. അങ്കിൾ ആർതർ എന്നവരെ എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്നത് ബ്രിട്ടീഷ് നേവൽ ഇൻ്റലിജൻസിൻ്റെ ചീഫ് അഡ്മിറൽ സർ ആർതർ ആൻഫർഡ് ജെയ്സൺ എന്ന വ്യക്തിയാണ്. കാൽവർട്ട് പറഞ്ഞു, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഡിങ്കി ബോട്ട് ഒളിപ്പിക്കണം. കാൽവർട്ട് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ആ കപ്പലിലേക്ക് കയറുന്നത്. കാരണം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്, അദ്ദേഹത്തിൻ്റെ വലത്തെ കാല് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, വേദനയുണ്ട്. ആ കാല് 2 കൈകൊണ്ടും തൂക്കിയെടുത്ത് മുകളിലേക്ക് വെച്ചാണ് അദ്ദേഹം കപ്പലിനകത്തേക്ക് കയറിയത്. മുകളിൽ നിന്ന് ഹാൻസ്ലെറ്റ് ഇറക്കിയ ആ ആങ്കർ ചെയിനിൻ്റെ സഹായത്തോടെ ആ ഡിങ്കി ബോട്ട് അതിൽ ബന്ധിപ്പിച്ചു. ഹാൻസ്ലെറ്റ് അതിൻ്റെ ഒരു ഇലക്ട്രിക് മോട്ടോർ ഓൺ ചെയ്തു. ആ ചെയിൻ മുകളിലേക്ക് പൊങ്ങി. കാൽവർട്ട് അതിൽ നിന്ന് അതിൻ്റെ എൻജിൻ അഴിച്ചെടുത്തു. പിന്നീട് ആ റബ്ബർ ബോട്ടിൻ്റെ എയർ പുറത്തേക്ക് കളഞ്ഞു. അതോടെ അതൊരു സാധാരണ റബ്ബർ ട്യൂബ് പോലെയായി. അദ്ദേഹം അതൊരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി. അതും ആ എൻജിനും അപ്പർ ബ്രിഡ്ജിലേക്ക്, ഡെക്കിന് മുകളിൽ കപ്പലിൻ്റെ ക്യാപ്റ്റനും മറ്റാൾക്കാരും എല്ലാം കപ്പൽ നിയന്ത്രിക്കാൻ നിൽക്കുന്ന സ്ഥലം. പക്ഷേ ഈ ഫയർ ക്രസ്റ്റ് എന്നവരുടെ ചെറിയ കപ്പലിലാകെ ക്യാപ്റ്റനും ആൾക്കാരും നിയന്ത്രിക്കുന്നവരും എല്ലാം 2 പേരേ ഉള്ളൂ, ഫിലിപ്പ് കാൽവർട്ടും ഹൻസ്ലെറ്റും. കാൽവർട്ട് പതുക്കെ അദ്ദേഹത്തിൻ്റെ ഓവർകോട്ടും അത് കഴിഞ്ഞ് സ്കൂബ സ്യൂട്ടും ഊരി. ആ സമയത്താണ് ഹൻസ്ലെറ്റ് മുകളിൽ നിന്ന് താഴെ എത്തുന്നത്. കാൽവർട്ടിൻ്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് ഒരു ഞെട്ടലോടെ ഹൻസ്ലെറ്റ് ചോദിച്ചു, ഇതെന്തു പറ്റി താങ്കളുടെ കഴുത്തിന്? അടുത്ത നിമിഷം അദ്ദേഹം കാൽവർട്ടിൻ്റെ വലത്തെ കാല് കാണുകയാണ്. കാലിലും നല്ല പെരുക്കുണ്ടല്ലോ. കാൽവർട്ട് പറഞ്ഞു, എല്ലാം പറയാം. എനിക്ക് ആദ്യം ഒരു സ്കോച്ച് ഒഴുകി. ഹൻസ്ലെറ്റ് ഒരു ലാർജ് സ്കോച്ച് വിസ്കി വെള്ളം ഒഴിച്ച് കാൽവർട്ടിൻ്റെ കൈ കൊടുത്തു. ഒരു സ്മോള് അദ്ദേഹം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വെള്ളം ഒഴിച്ചു. 2 പേരും അത് കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ ഹൻസ്ലെറ്റ് പറഞ്ഞു, ഞാൻ എന്തായാലും ഈ കാല് ഡ്രസ് ചെയ്ത് തരാം. ആ കപ്പലിൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് വേണ്ട മെറ്റീരിയൽസ് എല്ലാം എടുത്ത് ഹൻസ്ലെറ്റ് കാൽവർട്ടിൻ്റെ കാലിലെ ആ മുറിവ് തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സ് ചെയ്തു. കാൽവർട്ട് അതിനിടയിൽ ഒരു സ്കാർഫ് എടുത്ത് കഴുത്തിൽ ചുറ്റി. അതായത് ആ പരിക്ക് പുറത്താരും കാണരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ആ സ്കോച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കാൽവർട്ട് ഫയർ ക്രസ്റ്റ് എന്ന കപ്പലിൽ നിന്ന് പോയതിനു ശേഷം നടന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ഏകദേശം 5 മണിയോടെയാണ് അദ്ദേഹം ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയത്. കാൽവർട്ട് പറഞ്ഞു, സന്ധ്യയോടെ ഞാൻ നാൻഡസ്വില്ലിൻ്റെ 1 കിലോമീറ്റർ ദൂരെ എത്തി. ഹൻസ്ലെറ്റ് അത്ഭുതത്തോടെ ചോദിക്കുക, അപ്പം താങ്കൾ നാൻഡസ്വിൽ കപ്പൽ കണ്ടോ? കണ്ടു, പക്ഷേ ചില മാറ്റങ്ങളോടെ. വെളുത്ത നിറത്തിൽ ആയിരുന്നു നാൻഡസ്വിൽ മുമ്പ്, ഇപ്പോൾ അത് കറുത്ത നിറത്തിലാണ്. അതിലുണ്ടായിരുന്ന സ്റ്റാഫുകളെയൊന്നും ഇപ്പോൾ പുറത്ത് കാണാനില്ല. ഒരു 7-8 നമ്മളിതുവരെ കാണാത്ത ആൾക്കാരുണ്ട്. ഹൻസ്ലെറ്റ് ചോദിച്ചു, അപ്പോൾ താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി അത് നാൻഡസ്വില്ലാണെന്ന്? ഷേപ്പ് നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബേക്കറേയും ഡെൽമണ്ടിനെയും ഞാൻ എൻ്റെ അകത്ത് കണ്ടു. അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവർക്കിനി ഒന്നും സംഭവിക്കാനില്ല. 2 പേരും മരിച്ചു കഴിഞ്ഞു. മരിച്ചോ? മരിച്ചു. റേഡിയോ റൂമിൻ്റെ അകത്താണ് ഞാൻ ബേക്കറെ കാണുന്നത്. കയ്യിൽ ഒരു തോക്കും നീട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ പുറകെ നിന്നുള്ളൊരു ആക്രമണം അയാൾ പ്രതീക്ഷിച്ചിരിക്കില്ല.
റേഡിയോ സ്റ്റാഫിൻ്റെ സ്ലീപ്പിംഗ് റൂമിൻ്റെ അകത്താണ് ഡെൽമൻറ്റ്. അയാളും പുറകെ നിന്ന് തന്നെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ പുറകെ നിന്നൊരു ആക്രമണം ഞാനും നേരിട്ടു. പക്ഷേ ബേക്കറുടെ സ്പൈനിൽ നിന്ന് ആ ഉളി വലിച്ച് ഊരിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹൻസ്ലെറ്റ് അങ്ങനെ അത്ഭുത സ്തബ്ധനായി ഇരിക്കുകയാണ്. കാൽവർട്ട് തുടർന്നു. കഴുത്തിൽ ശക്തമായൊരു പിടുത്തം. അത് പിടിയിക്കാൻ ഞാൻ ഏകദേശം 2 മിനിറ്റ് സമയമെടുത്തു. ഈ സ്കൂബ സൂട്ട് ഇല്ലായിരുന്നെങ്കിൽ ബേക്കറുടെയും ലെമൻറ്റിൻ്റെയും വഴിയെ ഞാനും പോയേനെ. എന്നിട്ട് പിന്നെ ഞാൻ അവനെ കേൾപ്പിച്ചു എൻ്റെ കത്തി ഉപയോഗിച്ച്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടു. ഹൻസ്ലെറ്റ് പറഞ്ഞു, താങ്കൾ എന്തായാലും പിസ്റ്റൾ ഇല്ലാതെ പോയത് മണ്ടത്തരമായിട്ട്. കാൽവർട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 8 ആയുധധാരികൾ ഉള്ള ഒരു കപ്പലിൻ്റെ അകത്ത് ഒരു പിസ്റ്റളും കൊണ്ട് ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ? എഞ്ചിനീയറുടെ റൂമിലും ക്യാപ്റ്റൻ്റെ റൂമിലും കയറി നോക്കി. അവിടെ എല്ലാം നല്ല രീതിയിലുള്ള മൽപ്പിടുത്തം നടന്നിട്ടുള്ള ലക്ഷണമുണ്ട്. അവിടുത്തെ ഫർണിച്ചറെല്ലാം തകർക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ പഴയ ക്രൂവിനെ എല്ലാം അവർ ആ കപ്പലിൻ്റെ ഏതോ ഒരു റൂമിൽ ബന്ദിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ടൊരു അറ്റാക്ക് അവിടെ നടക്കില്ല. കാരണം ആ ബന്ദികളുടെ കഴുത്തിൽ പിസ്റ്റളുമായി അവർ നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല, ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ആ കപ്പലിൻ്റെ ആങ്കർ അവർ പൊക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ നമ്മൾ അന്വേഷിച്ച ആൾ വരുമെന്ന്? അത് അവരെല്ലാവരും പോകണമെന്നില്ല. 1-2 പേര് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയല്ലോ. പക്ഷെ അവർ ഇങ്ങോട്ട് തന്നെ വരണമെന്നില്ലല്ലോ. നമ്മുടെ ഇന്നത്തെ വെതർ ഫോർകാസ്റ്റ് അനുസരിച്ച് കടലിൻ്റെ തെക്ക് ഭാഗത്ത് കാറും കോളുമാണ്. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ കപ്പൽ ഇവിടെ നങ്കൂർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ വടക്ക് ഭാഗത്തായിരിക്കും. അതായത് ഈ ടോർബെ ഹാർബറിൽ തന്നെ ആവാൻ വഴിയുള്ളൂ എന്നവർക്ക് ഊഹിക്കാം. ഹൻസ്ലെറ്റ് പറഞ്ഞു, അത് ശരിയാണ്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പല സ്ഥലങ്ങളിലും അന്വേഷിക്കുമായിരിക്കും. കൂട്ടത്തിൽ ഇവിടെ അന്വേഷിച്ചു വരും. യാതൊരു സംശയവും തോന്നരുത്, നമ്മുടെ സീക്രട്ടുകൾ പുറത്താകരുത്. ഇത്രയും പറഞ്ഞ് കാൽവർട്ട് അദ്ദേഹത്തിൻ്റെ സ്ലീപ്പിംഗ് ബങ്കിലേക്ക് കടന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഹൻസ്ലെറ്റ് അവിടെ എത്തി. ഹൻസ്ലെറ്റ് അല്പം ഉറക്കത്തിന് സംസാരിച്ചു. സാർ, കപ്പലിൽ 2 പോലീസുകാരും 2 കസ്റ്റംസ് ഓഫീസേഴ്സും വന്നിട്ടുണ്ട്. കാൽവർട്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന രീതിയിൽ ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് ഉറക്കത്തിൻ്റെ മറുപടിയും കൊടുത്തു. അതായത് ആ പുറത്ത് വന്നിട്ടുള്ളവർ കേൾക്കണം. അവർക്കെന്താ ഈ സമയത്ത് ഈ പ്രൈവറ്റ് കപ്പലിൽ കാര്യം? ഞാനിതാ വരുന്നു. പുറത്തുനിന്നത് കേൾക്കുന്നവർക്ക് തോന്നുന്നത് ഒരു മെയിൻ ഓഫീസറും അയാളുടെ ഒരു അസിസ്റ്റൻറ്റും കാൽവർട്ടും ഹൻസ്ലെറ്റും എന്നുള്ള രീതിയിലായിരിക്കും. കാൽവർട്ട് എഴുന്നേറ്റു. ആ ബങ്കിൻ്റെ അകത്തുള്ള മിററിലൊന്ന് നോക്കി കഴുത്തിൻ്റെ സ്കാർഫെല്ലാം ഒന്ന് ശരിയാക്കി. കാരണം ആ പാട് പുറത്ത് കാണാൻ പാടില്ല. അദ്ദേഹം ഒരു സ്ലീപ്പിംഗ് ഗൗണെല്ലാം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ആ സമയത്ത് അവിടെ 2 പോലീസുകാരും 2 കസ്റ്റംസ് ഓഫീസേഴ്സ് നിൽപ്പുണ്ട്. കൂട്ടത്തിൽ സീനിയർ ആയിട്ടുള്ള പോലീസ് ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സർജന്റ് മക്ഡൊണാൾഡ്. ഇത് മക്ഡൊണാൾഡ് ജൂനിയർ. കാൽവർട്ട് അയാളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു, ഓ, അച്ഛനും മോനാണല്ലേ? സർജന്റ് അതെ എന്നുള്ള അർത്ഥത്തിലൊന്നും തലയാട്ടി. നിങ്ങൾക്കെന്താ ഈ അസമയത്ത് ഇവിടെ കാര്യം? ഇതൊരു പ്രൈവറ്റ് ബോട്ടാണ്. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഒരു എമർജൻസി ഇല്ല. കൂട്ടത്തിൽ സീനിയർ എന്ന് തോന്നിയിരിക്കുന്ന കസ്റ്റംസ് ഓഫീസർ പറഞ്ഞു, വാസ്തവത്തിൽ ഞങ്ങളാണ് അവരെ വിളിച്ചുണർത്തി ഈ സമയത്ത് ഇവിടെ എത്തിച്ചത്. ആ കസ്റ്റംസുകാരുടെ മുഖത്തേക്കൊന്ന് നോക്കിയ കാൽവർട്ടിന് മനസ്സിലായി 2 വ്യാജന്മാരാണ്. കാരണം ആ പുലർച്ചെ 4 മണി നേരത്ത് 2 ആളും ക്ലീൻ ഷേവ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് കസ്റ്റംസ് വേഷം കെട്ടാൻ വേണ്ടി ആ സമയത്ത് ഷേവ് ചെയ്താണ്. നോർമലി ഒരു മനുഷ്യൻ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഷേവ് ചെയ്താൽ ആ സമയമാകുമ്പോഴേക്കും ചെറിയ രീതിയിലുള്ള രോമത്തിൻ്റെ അംശങ്ങളൊക്കെ മുഖത്ത് കാണേണ്ടതാണ്. പക്ഷേ കാൽവർട്ട് ഒന്നും മനസ്സിലാവാത്ത ഭാവത്തിൽ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് പിന്നെ എവിടെ പോകാനും സെർച്ച് വാറണ്ട് വേണ്ട, അത്തരം ഫോർമാലിറ്റീസ് ഒന്നുമില്ല. സീനിയർ കസ്റ്റംസ് ഓഫീസർ വീണ്ടും പറഞ്ഞു,
അല്ല സാർ, ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഇന്നലെ വൈകുന്നേരം, ഇന്നലെ അല്ല, ഇന്നിപ്പോൾ നേരം വെളുക്കാറായി, മിനിഞ്ഞാന്ന് വൈകുന്നേരം സിറ്റിയിൽ നിന്ന് ഒരു ഇലക്ട്രോണിക്സ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ലോറി ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അതിലുള്ള ഗുഡ്സ് കടൽ മാർഗം കടത്തിയിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ വിവരം. അതനുസരിച്ച് ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിക്ക് ശേഷം ഇത് 13ാമത്തെ ഷിപ്പിലാണ് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നത്. കാൽബർട്ട് പറഞ്ഞു, ഇതൊരു ഗവൺമെൻറ് ഷിപ്പാണ്, ഫിഷറീസ് ആൻഡ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഷിപ്പ്. ഞങ്ങൾ മറൈൻ ബയോളജിസ്റ്റുകളാണ്. ഞങ്ങൾ ചില റിസർച്ചുകൾക്കായിട്ട് ഇവിടെ ഹോൾട്ട് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് എന്തായാലും അത്തരം ഒരു ബിസിനസ്സിൻ്റെ ആവശ്യമില്ല, ഗവൺമെൻറ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ട്. വീണ്ടും കസ്റ്റംസ് ഓഫീസർ പറഞ്ഞു, അതൊക്കെ ശരിയാണ് സാർ, എന്നാലും ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എന്തായാലും ഇവിടെ വന്നതല്ലേ, ഞങ്ങളൊന്ന് ഫോർമലായിട്ടൊരു ചെക്കപ്പ് നടത്തി പോയേക്കാം. ഈ ഷിപ്പിൻ്റെ പേപ്പേഴ്സും തരുമോ സാർ? കാൽബർട്ട് അവിടുത്തെ ഒരു കബോർഡ് തുറന്നു, ആ ഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ റെക്കോർഡ്സ് എടുത്ത് അയാളുടെ കൊടുത്തു. ഇതിൻ്റെ ഒരു കോപ്പി വേണമായിരുന്നു. വിരോധമില്ലെങ്കിൽ ഇദ്ദേഹം കൂട്ടത്തിൽ ജൂനിയർ എന്ന് തോന്നിച്ച ആ കസ്റ്റംസ് ഓഫീസറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, എഞ്ചിൻ റൂമിൽ പോയി ഇതിൻ്റെ ഒരു കോപ്പി എടുത്തോളൂ. എഞ്ചിൻ റൂമില്ല, ഇവിടെ വെച്ച് എന്താ അടുത്ത കുഴപ്പം? അല്ല സാർ, ഞങ്ങളുടെ അടുത്തുള്ള ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പഴയതാണ്, ഡാർക്ക് റൂമിലേ അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ഈ വെളിച്ചത്തിൽ ശരിയാവില്ല. പിന്നെ കാൽബർട്ടൊന്നും വേണ്ടിയില്ല. ആ കൂടെ വന്ന ചെറുപ്പക്കാരനായ കസ്റ്റംസ് ഓഫീസർ ആ പേപ്പേഴ്സും അയാളുടെ കയ്യിലുള്ള ഒരു പെട്ടിയുമായി എഞ്ചിൻ റൂമിലേക്ക് പോയി. ആ സമയത്ത് സീനിയർ ഓഫീസർ വീണ്ടും പറയാണ്, നമുക്കൊന്ന് ഈ കപ്പലൊക്കെ ഒന്ന് നോക്കാം, എൻ്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗം, സാറും കൂടെ വരണം. അങ്ങനെ അവർ നടന്നു. പ്രത്യേകിച്ച് സംശയിക്കത്ത ഒന്നും കാണാൻ പറ്റിയില്ല. യങ്ങായിട്ടുള്ള കസ്റ്റംസ് ഓഫീസർ പുറത്തിറങ്ങിയിരുന്നു. കാൽബർട്ടും സീനിയർ കസ്റ്റംസ് ഓഫീസറും എഞ്ചിൻ റൂമിലേക്ക് കയറി. അവിടെ 2 എഞ്ചിൻ കേസും ഒരുപാട് ബാറ്ററികളുടെ ഒരു സെറ്റും കാണാം. ആ കസ്റ്റംസ് ഓഫീസർ കാൽബർട്ടിനോട് ചോദിച്ചു, ബാറ്ററി ഒരുപാടുണ്ടല്ലോ. ആ ബാറ്ററി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ 2 എഞ്ചിൻ കണ്ടില്ലേ, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കൈകൊണ്ട് ക്രാങ്ക് ചെയ്ത് പറ്റില്ല. അതുകൂടാതെ ഞങ്ങൾ കൂടുതൽ സമയം ഹോൾട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ആ സമയത്ത് ചൂടുവെള്ളം അത്തരം ആവശ്യങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എഞ്ചിനും ജനറേറ്റർ ഓൺ ചെയ്യാതിരിക്കാനാണ് ഇത്രയും ബാറ്ററി. കാൽബർട്ട് പറഞ്ഞു, ഏതായാലും ആ സമയത്ത് വന്ന് ഇത്രയും ബുദ്ധിമുട്ടിയതല്ലേ, ഓരോ സ്കോച്ച് കഴിക്കാമല്ലോ. അവർ താങ്ക്സ് എല്ലാം പറഞ്ഞ് അവർ വന്നിരുന്ന ബോട്ടിൽ കയറി. അവരുടെ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ കാൽബർട്ട് ഹൺസ്ലെറ്റിനോട് പറഞ്ഞു, വിചിത്രമായൊരു പെട്രോൾ ബോട്ട്. ഹൺസ്ലെറ്റ് ചോദ്യഭാവത്തിൽ കാൽബർട്ടിനെ നോക്കുകയാണ്. ഈ ഇരുട്ടത്തും ലൈറ്റ് ഓൺ ചെയ്യുന്നില്ല. ഹൺസ്ലെറ്റ് പറഞ്ഞു, അല്ല അവരൊക്കെ ഇവിടെ ഈ സ്ഥിരം വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, ലൈറ്റൊന്നും ഇല്ലെങ്കിലും അവർക്ക് അവരുടെ കടലിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റും, അങ്ങനെ വിചാരിച്ചൂടെ? ഇപ്പം താങ്കൾക്ക് താങ്കളുടെ വീട്ടിൽ ബെഡ്റൂമിൻ്റെ അകത്തോട്ട് ലൈറ്റ് ഇല്ലാണ്ട് ചിലപ്പോൾ പോകാൻ പറ്റില്ലേ? കാൽബർട്ട് പറഞ്ഞു, എനിക്ക് ബെഡ്റൂമിൻ്റെ അകത്തേക്ക് പോകാൻ ലൈറ്റ് വേണമെന്നില്ല, അല്ല ഞാൻ പോകുന്ന വഴിക്ക് ഇടയിലൊന്നും കപ്പലുകൾ നിൽക്കുന്നുണ്ടാവില്ല, അത് തന്നെ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി നിൽക്കുന്ന അവസ്ഥയിലും ആയിരിക്കില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അല്പം ദൂരെ എത്തിയ ആ ബോട്ടിൻ്റെ സെർച്ച് ലൈറ്റ് ഓണായി. കാൽബർട്ട് പറഞ്ഞു, അപ്പം അവരുടെ ഉദ്ദേശം മനസ്സിലായോ? ഹൺസ്ലെറ്റ് വീണ്ടും ചോദ്യഭാവത്തിൽ നോക്കുകയാണ്. അതൊരു പെട്രോൾ ബോട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല, അതുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് അതിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യാതിരുന്നത്. ഹൺസ്ലെറ്റ് വീണ്ടും ചോദിച്ചു, അപ്പോൾ അവരെന്തിനായിരിക്കും ഈ സമയത്ത് ഇവിടെ വന്നത്? കാൽബർട്ട് പറഞ്ഞു, ആ ചെറുപ്പക്കാരനായ കസ്റ്റംസ് ഓഫീസറുടെ വേഷം കെട്ടിയെന്ന ആളുണ്ടല്ലോ, അവനാണെന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. എൻ്റെ കഴുത്തിൽ കാണുന്ന ഈ പാട് അവൻ്റെ കയ്യിൽ നിന്നുണ്ടായതാണ്. അവൻ ശരിക്ക് ഈ ക്രിമിനൽസിൻ്റെ കൂടെ നടക്കുന്നതിന് പകരം ഒളിമ്പിക്സ് വെയിറ്റ് ലിഫ്റ്റിങ്ങിലെല്ലാം പോയിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിന് ഒരു മെഡൽ ഉറപ്പായിരുന്നു. ഹൺസ്ലെറ്റ് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. പിന്നെ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഞാനാണോ അവരുടെ കപ്പലിൽ കയറിയതെന്നും അറിയണം. മൂന്നാമത്തെ ഉദ്ദേശം നമുക്ക് എഞ്ചിൻ റൂമിൽ പോയാൽ കാണാം. അവരങ്ങനെ എഞ്ചിൻ റൂമിൽ പോയി. ആ എഞ്ചിൻ റൂമിൻ്റെ സൈഡിലുള്ളൊരു ക്യാബിൻ്റെ ടോപ്പ് പ്ലേറ്റിൻ്റെ 4 സ്ക്രൂസ് സ്ക്രൂ ഡ്രൈവർ എടുത്തു, അഴിച്ചു. അതിൻ്റെ അകത്ത് അവരുടെ വയർലെസ് സെറ്റ് തകർക്കപ്പെട്ട രീതിയിൽ കിടപ്പുണ്ട്. ഹൺസ്ലെറ്റ് ചോദ്യഭാവത്തിൽ കാൽബർട്ടിനെ നോക്കി. ഇപ്പോൾ മനസ്സിലായോ അവർ വന്ന എന്തിനാണെന്നും ഇതിൻ്റെ അകത്ത് വെച്ച് തന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് എന്തിനാണെന്നും? ഹൺസ്ലെറ്റ് അമ്പരന്ന് നിൽക്കുകയാണ്.
അല്പം കഴിഞ്ഞ് കാൽബർട്ട് പറഞ്ഞു, ശരി, ഞാനെന്തായാലും അങ്കിൾ ആർത്തറിനെ ഒന്ന് വിളിക്കട്ടെ. അതിൽ 2 എഞ്ചിനുണ്ടെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അതിലെ ഒരു എഞ്ചിൻ്റെ ടോപ്പ് കവർ റിമൂവ് ചെയ്തു. അതിൻ്റെ അകത്ത് വാസ്തവത്തിൽ എഞ്ചിനായിരുന്നില്ല, അതിശക്തമായ ഒരു വയർലെസ് സെറ്റ്, അതിൻ്റെ വളരെ വലിയ ഒരു ആൻറ്റന പോസ്റ്റ് ആ കപ്പലിൻ്റെ മാസ്റ്റ് പൈപ്പിൻ്റെ അകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അവിടെ അങ്ങനെ ഒരു വയർലെസ് സെറ്റോ അതിൻ്റെ ആൻറ്റന പോസ്റ്റോ മനസ്സിലാക്കാൻ കഴിയില്ല. കാൽബർട്ട് അത് ഓൺ ചെയ്തു. ബ്രിട്ടീഷ് നേവൽ ഇൻ്റലിജൻസിൻ്റെ ഓഫീസിൽ വയർലെസ് റിങ് ചെയ്തു. അതിൻ്റെ ഓപ്പറേറ്റർ സംസാരിക്കാൻ തുടങ്ങി. ദിസ് ഈസ് SPBX റിസീവിങ്. എനിക്ക് മാനേജറെ ഒന്ന് കിട്ടുമോ? മാനേജർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സർ ആദറിനെയാണ്. മാത്രമല്ല ആദറിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട്, അവർ പേരുകൾ പറയുമ്പോൾ പെൺകുട്ടികളുടെ പേരുകൾ മാത്രമേ പറയാവൂ. ആരെങ്കിലും അവരുടെ മെസ്സേജ് ചോർത്തിയാൽ പോലും അവർക്ക് ശരിയായിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ പേര് മനസ്സിലാവരുത്. സെക്കൻഡുകൾക്കകം നേവൽ ഇൻ്റലിജൻസ് ചീഫ് ലൈനിൽ വന്നു. കാൽബർട്ട് പറഞ്ഞു, ഐ ആം കാരലിൻ. അവിടുന്ന് ചീഫ് മറുപടി പറഞ്ഞു, യെസ് ഐ ആം ആനി ബെല്ലി. കാൽബർട്ട് പറഞ്ഞു, ഞാൻ നാൻഡസ്ഫിൽ കണ്ടെത്തി, അതിൻ്റെ അകത്ത് കയറി പരിശോധിച്ചു. കണ്ടെത്തിയോ? എങ്ങനെയുണ്ട്? ബെറ്റിയും ഡോറോത്തിയും? ബെറ്റിയും ഡോറോത്തിയും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ച നിലയിൽ കാൽബർട്ട് കണ്ട ബേക്കറിനെയും ഡെൽമണ്ടിനെയാണ്. കാൽബർട്ട് പറഞ്ഞു, അവരിനെ ഒരിക്കലും തിരിച്ചു വരില്ല. തിരിച്ചു വരില്ലേ? അതിൻ്റെ അർത്ഥം അത് തന്നെ. ഞാൻ അപ്പോഴേ പറഞ്ഞതായിരുന്നു ഇത്തരം റിസ്കുകൾ ഉണ്ടാവും. തനിക്കായിരുന്നു ഒരേ വാശി അവരെ അങ്ങോട്ട് അയക്കണമെന്ന്. കാൽബർട്ട് പറഞ്ഞു, ശരിയാണ്, നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ റിസ്ക് തന്നെയല്ലേ. ശരി, താനൊരു കാര്യം ചെയ്യണം, ഇന്ന് രാത്രി 9 മണിക്ക് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഹാജരായിരിക്കണം. കാൽബർട്ട് പറഞ്ഞു, എനിക്ക് അത്ര വേഗം സഞ്ചരിക്കാനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല. ചീഫ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, തനിക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഹെലികോപ്റ്റർ അയക്കും, താൻ അതിലേ വരണം. ഇന്ന് രാത്രി 9 മണിക്ക് ഞാനിവിടെ വെയിറ്റ് ചെയ്യും. കാൽബർട്ട് പറഞ്ഞു, ഒരുപാട് കാലത്തെ വെയിറ്റിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോകുന്നു. അതോടെ ചീഫ് ഒന്ന് ഞെട്ടി. അദ്ദേഹം ചോദിച്ചു, റിസൈൻ ചെയ്യേ? അതെ, എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡറിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒഫീഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു മിഷൻ്റെ ഭാഗമല്ലാതിരിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം. ഇന്നലെ രാത്രി ഞാൻ ഒരു ഒഫീഷ്യൽ മിഷൻ്റെ ഭാഗമായിരുന്നു, പക്ഷേ ഇന്ന് പുലർച്ചയ്ക്ക് ഞാൻ അത്തരം ഒരു മിഷൻ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം, ഞാൻ റിസൈൻ ചെയ്യുന്നു. റിസൈൻ ചെയ്യുന്നതോടെ എനിക്ക് നിങ്ങളുടെ ഓർഡേഴ്സ് ഒന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ചീഫ് ഒന്ന് തണുത്തു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാനതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എന്താണ് പിന്നെ താങ്കൾക്ക് ആവശ്യം? കാൽബർട്ട് പറഞ്ഞു, ഇന്നലെ രാവിലെയാണ് ഞങ്ങളിവിടെ എത്തിയത്. 24 മണിക്കൂറിനകം ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ ഇല്ല. ഇന്നലെ രാത്രി അത് അവിടെ നിന്ന് ആങ്കർ റിലീസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അത് മിക്കവാറും വടക്കോട്ട് യാത്രയായിട്ടുണ്ടാവും. എനിക്കത് കണ്ടുപിടിക്കാനും ബാക്കി ഇൻഫർമേഷൻസിനും 48 മണിക്കൂറും കൂടി സമയം തരണം. അല്ലാതെ ഇന്ന് രാത്രി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ റിസൈൻ ചെയ്യും. ചീഫ് പറഞ്ഞു, ശരി, 48 മണിക്കൂർ അനുവദിച്ചിരിക്കുന്നു. കാൽബർട്ട് പറഞ്ഞു, താങ്ക് യു സർ. പിന്നൊരു കാര്യം, ഇത്രയും നേരം ഒരു ചീഫിനോടാണ് സംസാരിക്കുന്നതെന്ന് താങ്കൾ മറന്നതുപോലെ തോന്നി. ഇനി മേലാൽ ഒരിക്കലും ഇത്തരം സംസാരം ഉണ്ടാവരുത്. കാൽബർട്ട് വീണ്ടും ഫോമലായിട്ട് പറഞ്ഞു, സോറി സർ. ഇരിക്കട്ടെ, അങ്കിൾ ആർദറുമായിട്ടുള്ള സംസാരം എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം തന്നെ നല്ലപോലെ ഫയർ ചെയ്തു, അവസാനം തണുത്തു. 48 മണിക്കൂർ സമയം അനുവദിച്ചിട്ടുണ്ട്. എന്തിന്? നാൻഡസ്ഫിൽ കണ്ടുപിടിക്കണം. എങ്ങനെ? ദൈവത്തിനറിയാം.